എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ആഗ്രഹമാണ് എൻ്റെ ജീവിതം ഒന്ന് പുതുതായി മാറണം. ആരുടെയൊക്കെയോ ലൈഫിന്റെ ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾക്ക് ഉടനെ ഒരു മാറ്റം വരുത്തി സകലതും പുതുതാക്കുന്ന ഒരു ദൈവകൃപ നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാൻ പോവുകയാണ്. 103-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ വചനമാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരും. സങ്കീർത്തനക്കാരൻ ആത്മക്കണ്ണുകളിലൂടെ കാണുകയാണ് ഒരു കഴുകൻ. ഏറ്റവും ഉയരെ പറക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. മറ്റുള്ള പക്ഷികളുടെ മുകളിൽ അത് പറന്നുയരും. ഉയരങ്ങളിലാണ് പാർക്കുന്നത്, ഉയരങ്ങളിലാണ് അത് മുട്ടയിടുന്നത്. എന്നാൽ ഈ കഴുകന്റെ തൂവലുകൾ കുറെ നാൾ കഴിയുമ്പോൾ പഴകും. പഴകിയ തൂവലുമായി കഴുകൻ ഒരു പാറയുടെ മുകളിൽ ചെന്ന് കിടക്കും. അല്പ ദിവസം കിടന്നു കഴിയുമ്പോൾ ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങും, ഈ കഴുകനെ കാണാനില്ലല്ലോ, കഴുകൻ എവിടെ പോയി എന്ന് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കഴുകന് മറുപടിയില്ല. കഴുകൻ ആ പാറയുടെ മുകളിൽ കിടന്ന് ചൂട് പിടിച്ച് കഴിയുമ്പോൾ ചിറകിട്ട് പാറപ്പുറത്ത് തല്ലും. തൻ്റെ ഓരോ തൂവല് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും. അന്നേരം ആ വഴി ഏതെങ്കിലും കഴുകന്മാർ വന്നാ പറയും, തൂവലെല്ലാം നഷ്ടപ്പെട്ടല്ലോ. പക്ഷെ ആ പാറയുടെ ചൂട് പറ്റി ആ കഴുകൻ കിടക്കും. അല്പ ദിവസം കിടക്കുമ്പോൾ പുതിയ തൂവലുകൾ വരും. തൂവലുകൾ വന്നു കഴിഞ്ഞ് ഒരു ദിവസം ആ കഴുകൻ പണ്ടത്തേതിനേക്കാൾ പൂർവാധികം ശക്തിപ്പെട്ടുകൊണ്ട് പിന്നെയും പറന്ന് ആകാശത്തിലേക്ക് ഉയരുവാൻ തുടങ്ങും. ഇതൊരു ദൈവവൈദ്യന്റെ ആത്മീക ജീവിതത്തെ കാണിക്കുക. ആത്മീക ജീവിതത്തിന് തളർച്ചകൾ വരുമ്പോൾ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ആത്മീകമായ ചൂട് പറ്റി ചിറകുകളെ അവിടെയൊന്ന് തല്ലിപ്പൊഴിച്ച് പുതു ചിറകുകളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു കഴുകനെ പോലെ പറന്നുയരുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ ഇന്ന് പ്രത്യേക ഒരു കാഴ്ച കണ്ടോണ്ടാണ് ഈ വചനം പറയുന്നത്. ആത്മീക ജീവിതം ബന്ധിക്കപ്പെട്ടു പോയവർ, ആത്മീക ജീവിതത്തിന്റെ പുതുമ നഷ്ടപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനോട് നീ ചേർന്നിരിക്കുന്നെങ്കിൽ നിന്റെ ചിറകുകളിൽ പുതിയ തൂവലുകൾ വരാൻ പോകാം. നീ എവിടെ പോയി, നിന്റെ ലൈഫ് തീർന്നല്ലോ എന്ന് കള്ളക്കഥ പറഞ്ഞവരുടെ മുമ്പിൽ പുതുശക്തിയോടെ നീ പറന്നുയരാൻ സമയമായിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ ദൂത്. നമുക്കൊന്നിച്ചു പറയാം, എന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം എന്റെ ദൈവം എന്റെ വായ്ക്ക് ഈ ദിവസങ്ങളിൽ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു കഴുകൻ ശക്തി ആർജിക്കുന്നത് പോലെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനോട് പറ്റിയിരുന്ന് ശക്തി ആർജിച്ച് മുന്നേറാൻ കൃപ ചെയ്യണം. തന്നെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ എല്ലാ ശക്തികളുടെ മുകളിൽ ചിറകടിച്ചു കയറുവാനുള്ള പുതിയ കരുത്ത് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ ഒരു പുതുമ വരാൻ പോവുക, നിന്നെ നന്മ കൊണ്ട് തൃപ്തനാക്കാൻ പോകുക. God bless you.